കൊടുങ്ങല്ലൂരിന്റെ തീരദേശ മേഖലയിൽ തീരസുരക്ഷയുടെ അളവളന്ന് 48 മണിക്കൂർ നീണ്ട സീ വിജിൽ മോക്ക് ഡ്രില്ലുമായി തീരദേശ പോലീസ്. ASI മണികണ്ഠന്റെ നേതൃത്വത്തിൽ സ്രാങ്ക് ഹാരിസ് നിയന്ത്രിച്ച ബോട്ടിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും ബോട്ട് ക്രൂവും ഉണ്ടായിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങുന്ന ചെറുവള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലയാനങ്ങൾ കർശന നിരീക്ഷണത്തിനു ശേഷമാണ് അഴിമുഖം കടന്ന കരയിലെത്തുന്നത്. 100 അടി ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ജലയാനങ്ങൾക്കകത്ത് കയറി വിശദ പരിശോധനയുമുണ്ട്. സംശയമുള്ളവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രം യാത്ര തുടരാൻ അനുമതി നൽകി. 1 മണിക്കൂറിലധികം നീണ്ട പട്രോളിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ ASI ലാൽസന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ബോട്ട് കടലിലിറങ്ങിയിരുന്നു. തീരസുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് പോലീസ്, നാവികസേന, കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ് വകുപ്പ്, കടലോര ജാഗ്രതാ സമിതി എന്നിവ സംയുക്തമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വർഷത്തിൽ 2 വട്ടം നടത്താറുള്ള മോക്ക് ഡ്രില്ലിന് മുനമ്പം മനുഷ്യക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി പ്രസക്തിയേറി. 100ഓളം പോലീസുകാരടക്കം മുഴുവൻ സുരക്ഷാ പ്രവർത്തകരും ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ കടലിലേക്ക് കണ്ണുനട്ടു കാത്തിരിക്കുകയായിരുന്നു. അഴീക്കോട് കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടർ PR ബിജോയുടെ നേതൃത്വത്തിൽ 48 മണിക്കൂറും പോലീസിന്റെ 2 ബോട്ടുകളും ഫിഷറീസിന്റെ 1 ബോട്ടും പരിശോധനയ്ക്കായുണ്ടായിരുന്നു. TCV കൊടുങ്ങല്ലൂർ.